നമുക്ക് അബിയുടെയും ജാനകിയുടെയും നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ? അങ്ങനെ നമ്മൾ കാണുന്ന പോലീസ് സ്റ്റേഷനിലേക്ക് നിരഞ്ജനയും ജാനയും കൂടെ വരുക. അബിയെ കാണാൻ വേണ്ടിയിട്ട് അബിയുടെ നിരപരാധിത്വമൊക്കെ CI വൈകിയോട് വെളിപ്പെടുത്താൻ ശ്രമിച്ചു. അബിയാണ് ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിങ്ങൾ സേനെ കൊല്ലുന്ന പറയുന്ന ആ സമയം അബിയേട്ടൻ ആ കൃത്യം നിർവഹിച്ചെന്ന് പറയുന്ന സമയം അബിയേട്ടൻ ഹോസ്പിറ്റലായിരുന്നു, എൻ്റെ അടുത്തായിരുന്നു. അതൊക്കെ പറഞ്ഞ് ഒന്ന് തെളിയിക്കാൻ ശ്രമിക്കുന്നുണ്ട്. സംശയം ഉണ്ടെങ്കിൽ CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ച് നോക്കാൻ. ആ സമയത്ത് വൈകി ചോദിച്ചു, നിങ്ങൾക്കൊരു നകുലിനെ അറിയാവുന്ന ജാനകിയോട് ചോദിക്കുക. നകുൽ എന്നുള്ള പേര് കേട്ടതും ജാനകി ഒരു നിമിഷം ഞെട്ടി. ഇവിടെ എന്താ നകുലിൻ്റെ പേര് CI പറഞ്ഞതെന്നൊരു ചിന്ത ജാനകിയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട്. അപ്പോഴേക്കും നിരഞ്ജന ജാനകി ഒന്ന് നോക്കി. ജാനകി പറഞ്ഞു, എനിക്കറിയാം അയാളുടെ കമ്പനിയിൽ ഞാൻ കുറച്ചു കാലം ജോലി ചെയ്തിട്ടുണ്ട്. എന്താ മാഡം അങ്ങനെ ചോദിച്ചേ? ഒന്നുമില്ല, ഞാൻ ചോദിച്ച നകുലിനാണ് ഇതിൻ്റെ പിന്നിൽ, അയാളാണ് അബിയുടെ പേര് പറഞ്ഞെന്നുള്ള കാര്യം CIക്ക് അറിയാം. പക്ഷെ അതിവിടെ വെളിപ്പെടുത്താനായിട്ട് CI തയ്യാറായില്ല. അപ്പോഴേക്കും നിരഞ്ജന ചോദിച്ചു, ഞങ്ങൾക്ക് അബിയേണ്ണെ ഒന്ന് കാണാൻ പറ്റുമോ മാഡം? അതിനെന്താ, പോയി കണ്ടു. പക്ഷേ എനിക്കൊരു കാര്യമുണ്ട്, അധിക സമയം സംസാരിക്കാനൊന്നും പറ്റില്ല. അപർണ പറഞ്ഞു, അതെ, ഞങ്ങൾക്കൊരു കുറച്ച് സമയം മാത്രം മതി. ഞങ്ങൾക്ക് അബിയേട്ടനോടൊന്ന് സംസാരിച്ചിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ പോയിക്കൊള്ളാമെന്ന് ജാനകി പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ജാനകിയും നിരഞ്ജനയും കൂടെ അബിയുടെ അടുത്തേക്ക് ചെല്ലുക. ആ സമയത്ത് അബി ആകെപ്പാടെ ടെൻഷനായിരുന്നു. ചെയ്യാത്ത തെറ്റിനാണ് ഇപ്പം ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ലോക്കപ്പിലൊന്നും കിടക്കേണ്ട കാര്യമൊന്നുമില്ല. താൻ അയാളെ കൊന്നിട്ടുമില്ല. പക്ഷെ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വെളിയിൽ വരണമല്ലോ. ജാനകി എന്നിട്ട് അബിയേട്ടാന്ന് വിളിക്കുക. അപ്പോഴേക്കും അബി തിരിഞ്ഞു നോക്കി. ജാനകി കണ്ടപ്പോഴത്തേനും അബിയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. നിരഞ്ജന പറഞ്ഞു, അബിയേട്ടൻ വിഷമിക്കൊന്നും വേണ്ട. ഇന്നൊരു ദിവസം ചിലപ്പോൾ ഇവിടെ കിടക്കേണ്ടി വരും. കാരണം 24 മണിക്കൂർ തീരാൻ ഇനി സമയമുണ്ട്. നാളെയും കൂടെ ആയാലും 24 മണിക്കൂർ ആവുള്ളൂ. അപ്പോൾ അതിനുശേഷം കോടതിയിൽ ഹാജരാക്കുള്ളൂ. അങ്ങനെ വന്നാലേ നമുക്ക് ജാമ്യം എടുക്കാനൊക്കെ പറ്റുള്ളൂ. ഒരു ദിവസം അബിയേട്ടനൊന്നും ക്ഷമിക്കേണ്ടി വരും. അതൊന്നും സാരമില്ല നിരഞ്ജനെ, എനിക്കൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. ജാനകി പറഞ്ഞു, എന്നാലും അബിയേട്ടനും വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. അബിയേട്ടന് ഒരു ദോഷവും സംഭവിക്കാൻ പോകുന്നില്ല. ഞങ്ങളെല്ലാവരും ഉണ്ടല്ലേ അബിയേട്ടൻ്റെ കൂടെ. ജാനകി, നീ ബോൾഡായിട്ടിരുന്നാൽ മതി, എനിക്ക് പ്രശ്നമൊന്നുമില്ല. എന്നാലും അബിയേട്ട, നമ്മൾ രണ്ടുപേരും ഒരു പുതിയ ജീവിതം തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുമല്ലായിരുന്നു. ആ സമയത്തല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ. ആ അപർണയുടെ അവളുടെ അച്ഛനും കാരണം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് തോന്നേ. എല്ലാത്തിനും പിന്നിൽ അവരുണ്ടെന്ന് തോന്നേ. അബി പറഞ്ഞു, അവരെന്ത് വെള്ളം കാണിച്ചോട്ടെ, ആ കാര്യത്തിൽ എനിക്കൊരു വിഷമവുമില്ല. പിന്നെ നിനക്കൊരാപത്ത് സംഭവിക്കാൻ നോക്കണം. ചിലപ്പോൾ അപർണ ഇനി അടങ്ങിയിരിക്കുമെന്ന് തോന്നില്ല. അവളുടെ കലിപ്പ് തീർന്നിട്ടുണ്ടായിരിക്കില്ല. നിരഞ്ജന പറഞ്ഞു, ഇനി അവൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ, ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം അബിയേട്ട. അബിയേട്ടൻ വിഷമിക്കൊന്നും വേണ്ട. അങ്ങനെ കുറച്ച് സമയം കൂടെ സംസാരിച്ചിരുന്നിട്ട് അബിയുടെ കയ്യിൽ ജാനകി പിടിച്ചു. എന്നിട്ട് അബിയോട് പറഞ്ഞു, അബിയേട്ടൻ വിഷമിക്കേണ്ട കേട്ടോ എന്ന് പറഞ്ഞ് കുറച്ച് ധൈര്യം കൊടുക്കുക. ആ സമയത്ത് അബിക്ക് ടെൻഷൻ ജാനകിയെക്കുറിച്ചാണ്. കാരണം ജാനകിയുടെ മനസ്സിൽ നല്ല വേദനയുണ്ടെന്നറിയാം. ആദ്യമായിട്ടാണ് താൻ ലോക്കപ്പിൽ കിടക്കുന്ന പോലും. ഒടുവിൽ ജാനകിയും നിരഞ്ജനയും കൂടെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ നിരഞ്ജന പറഞ്ഞു, ഇത് മനഃപൂർവ്വം പൂട്ടിയിരിക്കുന്ന അബിയേട്ടൻ അകത്ത് കിടക്കണമെന്ന് തീരുമാനിച്ചു തന്നെ. ഇതിൻ്റെ പിന്നിൽ ആ തമ്പി അപർണയൊക്കെ ആയിരിക്കും. ഇത് വെറുതെ വിടാൻ പോകുന്നില്ല ജാനിയടുത്തി. എന്ത് വില കൊടുത്തും അബിയേട്ടനെ നമ്മൾ നാളെ പുറത്തിറക്കും. ജാനകി പറഞ്ഞു, എങ്ങനെയും പുറത്തിറക്കണം. ഞാൻ അവളെ വെല്ലുവിളിച്ചിരിക്കുക. അവൾ രണ്ടും കൽപ്പിച്ച വീട്ടിലേക്ക് തിരികെ വന്നിരിക്കുന്നത്. അബിയേട്ടനെ കൊണ്ടുപോകുന്നുള്ള കാര്യം അവൾക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് ആ കാഴ്ച കാണാൻ വേണ്ടി അവൾ വന്നതാണ്. പക്ഷേ എൻ്റെ അബിയേട്ടനൊന്ന് പുറത്തിറങ്ങിക്കോട്ടെ, അവൾക്കൊട്ടുള്ള പണി ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സമയം അമൽ നല്ല ടെൻഷനോട് കൂടിയിട്ട് വീട്ടിലേക്ക് വരുന്നത്. അബിയേട്ടനെ കണ്ടു കഴിഞ്ഞപ്പോൾ തൊട്ട് അമലിന് ഭയങ്കര ടെൻഷൻ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് അപർണ അവിടെ നിൽക്കുന്നുണ്ട്. അപർണയെ കണ്ടപ്പോൾ ഒന്നുകൂടെ ദേഷ്യമായി. ഇവളിവിടെ നിന്ന് ഇറങ്ങിപ്പോയതല്ലേ, വീണ്ടും എന്തിനും കൂടെ വലിഞ്ഞു കയറി വന്നേ എന്നൊരു ചിന്തയായിരുന്നു അമലിൻ്റെ മനസ്സിൽ. അമൽ എന്നിട്ട് നീ എന്തിനാടി വീണ്ടും ഇങ്ങോട്ടേക്ക് വന്നേ? പിന്നെ വരാതെ, നീ എൻ്റെ കഴുത്ത് താലി ആർത്തിയവനല്ലേ, അപ്പം പിന്നെ ഞാൻ ഇവിടെയല്ലേ കഴിയണ്ടേ? താലി ആർത്തിയൻ്റെ ബന്ധം പറഞ്ഞുകൊണ്ട് ഇനി ഇവിടെ നിന്നാണ്ടല്ലോ, മര്യാദയ്ക്ക് പോയിക്കോണം. ഒരു നിമിഷം പോലും നിന്നെ ഇവിടെ കണ്ടുപോയേക്കല്ലേ. അത് കേട്ടതും അപർണ പറഞ്ഞു, ഞാൻ പോവാനോ? ഞാൻ എങ്ങോട്ട് പോകാനാ? ഞാൻ ഒരിടത്തേക്കും പോകാൻ പോകുന്നില്ല. എടി നാണമില്ലാത്തവളെ, ഇത്രയെങ്കിലും നാണം ഉണ്ടായിരുന്നു നീ ഇവിടെ നിൽക്കുമായിരുന്നോ? ഒരു കാരണവശാലും ഇല്ല, മര്യാദയ്ക്ക് ഇറങ്ങിപ്പോക്കോ എന്ന് പറഞ്ഞാൽ കയ്യിലേക്ക് അങ്ങോട്ട് പിടിച്ചു. വിടറാ എന്നെന്ന് പറഞ്ഞുകൊണ്ട് അപർണയെ കൈയും കൂടെ തട്ടിമാറ്റി. അപ്പോഴേക്കും അമൽ പറഞ്ഞു, നിന്നെ കാണിച്ചു തരാടി, ഇങ്ങോട്ട് വാടിയെന്ന് പറഞ്ഞുകൊണ്ട് കയ്യെ പിടിച്ച് വലിച്ചുകൊണ്ട് മുറിയിലേക്ക് പോയി. എന്നിട്ട് അവിടെ ഇരുന്ന് ബാഗ് എടുത്ത് അവളുടെ മുന്നിലേക്ക് ഇട്ടു. എടുത്തോണ്ട് ഇറങ്ങടി ഇത്
ഒരു നിമിഷം പോലും കണ്ടുപോയേക്കല്ല. എൻ്റെ അഭിയേട്ടനെ നീ ലോക്കപ്പിലാക്കിയിട്ട് സുഖിച്ചു വിടുമെന്ന് കഴിയുന്നോ? നീ ചെല്ലടി. നീ നിൻ്റെ അച്ഛനുള്ള തമ്പി അങ്ങേരുടെ അടുത്തേക്ക് ചെല്ല്. ഇനി നിനക്ക് അവിടെയാണ് ജീവിതം. ഈ അമലിൻ്റെ വീട്ടിൽ ആളുകാവലി നിനക്കൊരു സ്ഥാനമില്ല. ഇത് ജാനി അടുത്ത അഭിയേട്ടൻ്റെ വീടാ. ഈ വീട്ടിൽ നിനക്ക് നിൽക്കാൻ പോലും ഒരു ഇതുമില്ല. കാരണം അഭിയേട്ടനെ ജയിലിലാക്കാനായിട്ട് നോക്കിയോളല്ല നീ. ഇറങ്ങി പോടിയെന്ന് പറഞ്ഞ് അവളുടെ കഴുത്തിന് പിടിച്ച് വെളിയിലേക്ക് തള്ളി. അപർണ പറഞ്ഞു, ഇതിനുള്ള പ്രതികാരം ഞാൻ ചെയ്യൂടാ. നീ ചെയ്യടി, നീ എന്താന്ന് ചെയ്യ, നിന്നെ ഞാൻ കാണിച്ചരടെന്ന് പറഞ്ഞപ്പോൾ അവളുടെ ദേഷ്യം വന്നു. നീ എന്താടി പറഞ്ഞേ? എന്നാ ഒന്ന് കാണിക്കടി എന്ന് പറഞ്ഞ് അവളുടെ കാരണം തീർത്തൊന്ന് കൊടുത്തു. നീ ആരാന്ന് നിന്റെ വിചാരം? സഹിക്കുന്നതിന് ക്ഷമിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. നിന്റെ കഴുത്തിൽ താലി ചാർത്തി പോയെന്നുള്ള തെറ്റു മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ പേരിൽ സഹിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറം ഞാൻ സഹിച്ചു. പക്ഷെ ഇനി എനിക്ക് സഹിക്കാൻ പറ്റില്ല. നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഒടുവില്ല അപർണ അമലിനോട് നിന്നെ ഞാൻ കാണിച്ചു തരാടെന്ന് പറഞ്ഞ് വെല്ലു വിളിച്ചിട്ടാണ് അങ്ങോട്ട് ഇറങ്ങിപ്പോന്നെ. അമലിന് നല്ല കലിപ്പായിരുന്നു. ഇവൾ ഒറ്റയൊരുത്ത് കാരണം ഈ കുടുംബത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. എന്ന് ഇവളുടെ കഴുത്തിൽ താൻ താലി ചാർത്തിയോ അതിന് ശേഷം ഉണ്ടായത് പ്രശ്നങ്ങളതല്ല. അങ്ങനെ അവളെ ഇറക്കി വിട്ടിട്ട് അമൽ അങ്ങോട്ട് വരുമ്പോഴത്തേനും രാധാമണി പറഞ്ഞു, എന്നാലും മോനെ അവളെ ഇറക്കി വിടണ്ടെന്നോ? ഇത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നമ്മേ. ഇത്തിരി താമസിച്ചു പോയെന്ന് എനിക്ക് തോന്നേ. അവൾ കഴിഞ്ഞ ദിവസം ഈ വീട് വിട്ട് പോയപ്പോൾ ഞാൻ കരുതിയത് അവൾ ഇനി മേലെ ഇങ്ങോട്ടേക്ക് തിരികെ വരില്ലെന്നാ. ഞാൻ സന്തോഷിച്ചാ. പക്ഷെ അവൾക്ക് നാണമില്ല. ഇത്തിരെങ്കിലും നാണം ഉണ്ടായിരുന്നേ അവൾ വരുമായിരുന്നോ? ഇനിയിപ്പം അവൾ ആരെ കൊണ്ടുപോയി കുടുക്കിലാക്കാൻ അടുത്ത വരവെന്ന് അറിയത്തില്ല. അവൾ ഈ വീട്ടിൽ പോലും നിർത്താൻ പറ്റില്ല. ഈ വീട്ടിലുള്ളവർ എല്ലാവർക്കും ആപത്താ. അതുകൊണ്ടാണ് ഞാൻ അവളെ ഇറക്കി വിട്ടെ. അതും പറഞ്ഞ് അവൾ അങ്ങോട്ട് കയറിപ്പോയി. രാധാമണിക്ക് മനസ്സിലായി അപർണയുടെ സ്വഭാവം ഏകദേശം എന്താ എങ്ങനെയാന്നൊക്കെ. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. തമ്പിക്കിട്ടൊരു പണി കൊടുക്കുക തന്നെ ചെയ്യണം. അഭിയേയും ജാനകിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവനാ അവന്. അപ്പോൾ അവന് ഇനിയിപ്പം ഭൂമിക്ക് ഇവനെ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് കൊല്ലരുത്. ഇഞ്ചിഞ്ചായിട്ട് വേണം കൊല്ലാനായിട്ട്. ആ സമയം അപർണ എന്ത് ചെയ്യുക, വീട്ടിലേക്ക് എന്ന് കയറുമ്പോൾ തമ്പി ഇറങ്ങുന്നു. എന്താ മോളെ നീ എന്താ ഈ സമയത്ത്? അവനുണ്ടല്ലോ ആ അമല്, അവൻ അവിടെ നിന്ന് തന്നെ ഇറക്കി വിട്ടു. ഇറക്കി വിട്ടെന്നോ? അതെ അച്ഛാ. മോളെ നീ എന്തിനാ അവനെ ഇറക്കി വിടുമ്പോൾ നീ ഇങ്ങോട്ട് പോന്നേ? ഇറങ്ങി പോരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. പിന്നെ അല്ലാതെ ഞാൻ അവൻ്റെ ആട്ടും തുപ്പും കേട്ട് അവിടെ നിൽക്കണോ? അവനെൻ്റെ കർണത്തടിച്ച് എന്നെ ഇറക്കി വിട്ടിരിക്കുന്നേ. അപ്പോഴേക്കും തമ്പി പറഞ്ഞു, മോള് വിഷമിക്കൊന്നും വേണ്ട. എന്ത് വേണം നീ അച്ഛനറിയാം. അങ്ങനെ പറഞ്ഞാലും തമ്പിയുടെ ഉള്ളിലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. രാധാമണി വെല്ലുവിളിച്ചിരിക്കുകയാണ്. രാധാമണി എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. കോടതിയിൽ ഇനിയിപ്പം പോയി ഒരു കംപ്ലൈൻറ്റ് കൊടുത്ത് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്ത് കേസ് കോടതി വീണ്ടും വന്നിട്ടുണ്ടെങ്കിൽ അവർ മൊഴി കൊടുക്കുക തന്നെ ചെയ്യും. മുമ്പത്തെപ്പോഴും മൊഴി മാറ്റി പറയത്തൊന്നുമില്ല, തന്നെ പെടുത്തുക തന്നെ ചെയ്യും. അപ്പോൾ ആ ഒരു ടെൻഷൻ മനസ്സിലുണ്ടായിരുന്നു തമ്പിയുടെ. എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേ മതിയാവുള്ളൂ എന്നൊരു ചിന്ത മനസ്സിലുണ്ട്. അപർണ വന്നോട് കൂടിയിട്ട് തമ്പിക്കൊരു കാര്യം മനസ്സിലായി. അത്ര പെട്ടെന്നൊന്നും ഇനിയിപ്പോൾ ഊരിപ്പോകാനായിട്ട് പറ്റില്ല. ജാനകിയും രാധാമണിയൊക്കെ തുനിഞ്ഞിറങ്ങിയിട്ടുണ്ടെങ്കിൽ പല രഹസ്യങ്ങളും പുറത്താവും. ജാനകി തൻ്റെ മകളാന്ന് അപർണ അറിയുന്ന നിമിഷം അതോടുകൂടി തന്നെ ഇവളെ വെറുക്കും. മിക്കവാറും തന്നെ കൊല്ലാനും കൂടെ മടിക്കില്ല ഇവള്. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ തമ്പിക്ക് നല്ല ടെൻഷനുമായി. തമ്പി തൽക്കാലത്തേക്ക് അപർണയെ പറഞ്ഞു സമാധാനിപ്പിച്ചു. മോള് വിഷമിക്കണ്ട, തൽക്കാലം ഇങ്ങോട്ട് പോട്ടെ, നമുക്ക് കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാക്കാം. എന്ത് വേണമെന്ന് അച്ഛനൊന്ന് തീരുമാനിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് തമ്പി അകത്തേക്ക് കയറി പോന്നേ. ആ സമയത്ത് ജാനകിയും നിരഞ്ജനയും കൂടെ വീട്ടിലേക്ക് വരുന്നത്. വീട്ടിൽ വന്നു കഴിഞ്ഞ ശേഷമാണ് രാധാമണി ആ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപർണ അമല് അടിച്ചിറക്കി വിട്ടെന്നൊക്കെ. അത് കേട്ടപ്പോൾ നിരഞ്ജന പറഞ്ഞു, അത് അവൾക്ക് ആവശ്യമുള്ള കാര്യമാണ്, ഇത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. ജാനകി പറഞ്ഞു, എന്നാലും അവൻ്റെ ജീവിതം ഇനിയിപ്പോൾ ജീവിതം ഒന്ന് നോക്കിയിട്ട് കാര്യമില്ല ചേച്ചി. അവളെപ്പോലുള്ള ഒരുത്തി ഈ കുടുംബത്തിലുണ്ടെങ്കിൽ ഇനി നഷ്ടങ്ങൾ ഉണ്ടാകത്തുള്ളൂ ഈ കുടുംബത്തിൽ. അതുകൊണ്ട് അവൾ പോയത് നന്നായി. അത് മാത്രമല്ല ഈ കേസ് നമുക്ക് തെളിയിക്കണം. നിരപരാധിയാണ് അഭിയേട്ടൻ എന്നുള്ള കാര്യം നമുക്ക് പുറത്തു കൊണ്ടുവരണം. അതിന് വേണ്ട തെളിവുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ശേഖരിക്കണം. CCTV ദൃശ്യങ്ങളൊക്കെ. അഭിയേട്ടനെ പുറത്തിറക്കാനായിട്ട് അത് മാത്രം മതി. അതുകൊണ്ട് ആ കാര്യത്തിൽ ജാനിയെടുത്ത് പേടിക്കേണ്ട. ഇന്നൊരു ദിവസം കഴിയട്ടെ, നാളത്തെ ഒരു ദിവസം ഉണ്ടെങ്കിൽ അഭിയേട്ടനെ നമ്മൾ പുറത്ത് കൊണ്ടുവരുമെന്നൊക്കെ നിരഞ്ജനം ഉറപ്പ് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.